ഇന്നിപ്പോൾ ഞാനൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള മാങ്ങ ഞാൻ തൊലി കളഞ്ഞ് ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വെക്കാനുള്ള പാത്രമാണത്. അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാളികേരം, ഇത് ചെറിയ നാളികേരമാണ്. അപ്പോൾ അത് മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നുള്ളു മഞ്ഞൾ ഇട്ടിട്ടുണ്ട്, ജീരകം ഇട്ടിട്ട് നമുക്കത് അരയ്ക്കണം. അപ്പോൾ അതിനുള്ള ഇവിടെ വെച്ചിട്ട് ഞാൻ കടുക്, ഉലുവ, ജീരകം, ഒരു കിലോ മാമ്പഴമുണ്ട്. അപ്പോൾ അതിനൊരു 5-6 പച്ചമുളക്, ഒരു 5-6 ചുവന്നുള്ളി, പിന്നെ ഒരു 4 വെളുത്തുള്ളി, വേപ്പില, മല്ലിയില, ഇത് ചുവന്നമുളക് 1 സ്പൂണ്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞളിടും. മഞ്ഞളായിരിക്കും സ്വല്പം ഇട്ടുണ്ടായി. പിന്നെ തൈര്, പിന്നെ ശർക്കര ഒരു 1.5 കഷ്ണം ഞാൻ വെള്ളത്തിൽ ഇതാക്കി വെച്ചിട്ടുണ്ട്, സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൽ ഒഴിക്കണം. ഇതൊക്കെയാണ് അത്യാവശ്യമുള്ള ഘടകങ്ങൾ. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ മാങ്ങയുടെ കൂടെ പച്ചമുളക്, വേപ്പില, ഒരു 4 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ചിലർ ഇടില്ല, പക്ഷെ ഞാൻ ഇടുന്നുണ്ട്. 1 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടി നമ്മൾ അരക്കിനേലേക്ക് ഇടും. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഞാൻ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ വെള്ളം കൂടി ഇതിൽ ചേർക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഇളക്കി വേവിക്കാം. കുറച്ച് വെള്ളം മതി. ചെറുതീയിലിട്ടിട്ട് നമുക്ക് വേവിച്ചിടാക്കാം. ഞാനതിലേക്ക് ഒരു നാളികേരം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നാളികേരമാണ് ഫുള്ളെടുത്തിട്ടുണ്ട്. 1 കിലോ മാങ്ങയുണ്ട്. അപ്പോൾ അതിലേക്ക് ജീരകം ഇട്ടു, 2 ഉള്ളി ഇട്ടു. ഇത് നന്നായി അരച്ച് ചേർക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ച് കൊണ്ടുവരാം. അപ്പം ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കത് ബാക്കിയുള്ള കാര്യങ്ങളും നോക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അധികം വെള്ളം ഇല്ലാണ്ടാണ് വെച്ചുള്ളത്. അപ്പോൾ ഒന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നത് മാങ്ങ. അതിലിനിയും തൈര്, നാളികേരം അരച്ചത് ഒക്കെ ചേരാനുണ്ടാണ്. അപ്പോൾ വേറെ കുറേ വെള്ളം നമ്മൾ ചേർക്കണ്ട. ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി. പിന്നെ ശർക്കര പാനി ചേർക്കണം. അതൊക്കെയുള്ള വെള്ളം വളരെ കുറച്ച് ചേർത്താൽ മതി. അങ്ങനെ വന്ന് ഇളക്കി കൊടുത്തോളൂ. അങ്ങനെ അടി പിടിക്കുമ്പോൾ നമ്മൾ അറിയില്ല. നമ്മൾ ഈ സമയത്ത് ശർക്കരപ്പാനി ഒഴിക്കാം. അതിൽ കിടന്ന വേവണം. അപ്പം മാമ്പഴത്തിന് നല്ല മധുരമുണ്ട്. എന്നാലും ഒന്നും കൂടി ഇത് വരണമെങ്കിൽ പഞ്ചസാരയിലും നല്ല ശർക്കരയാണ്. അപ്പോൾ നമ്മൾ അതിൽ കിടന്നിട്ട് വേവട്ടെ കേട്ടോ. മാങ്ങ ഒരുവിധം പറ്റി വന്നിട്ട് ശർക്കര പാനിയിൽ കിടന്ന് നന്നായി തിളച്ച് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നാളികേരം, ജീരകവും കൂടിയുള്ളത് ഇടാം. ഇതിലേക്ക് ഞാൻ നാളികേരം, ഞാൻ പറഞ്ഞല്ലോ, ഒരു നാളികേരം ചെറുത്, ജീരകവും 2 ചുവന്നുള്ളിയും കൂടി അരച്ച് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് തിളയ്ക്കുന്നവരെ നിന്നാൽ മതി. അധികം അങ്ങനെ അതിൽ കിടന്നിട്ടാവണ്ട. പിന്നെ നമുക്ക് ഓഫ് ചെയ്തിട്ട് വേണം തൈര് ഒഴിക്കാം. തൈര് ഒഴിക്കുമ്പോൾ ആ ചൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ തിളച്ചിട്ടുണ്ട്. തൈര് ഒഴിക്കാൻ നോക്കാം. അങ്ങനെ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഈ ചൂടിൽ ഒഴിച്ചാൽ മതി.
തൈര് ഒഴിച്ച് കഴിഞ്ഞ് ഞാൻ സ്റ്റോപ്പാക്കി വെച്ച് വെക്കാണ്. അപ്പം ഈ സമയത്തൊക്കെ നമുക്ക് ഉപ്പ് പാകമാണോ എന്നൊക്കെ നോക്കാട്ടെ. അപ്പം ഇതിൽ ഉപ്പ് പാകമാണ്. ഞാൻ സ്വല്പം ഉപ്പിട്ടായിരുന്നു. വലിയ പുളിയില്ലാത്ത തൈരാണ് എൻ്റെ. പുളിയൊക്കെ നോക്കിയിട്ട് വേണം തൈര് ഉപയോഗിക്കാൻ. ഞാനിപ്പോൾ ഒരു 1/2 ലിറ്ററോളം ഉപയോഗിച്ചിട്ട് 1 കിലോ മാങ്ങയുണ്ട്. അപ്പം ഇനി നമുക്ക് താളിപ്പിന് നോക്കാം. അപ്പം അതിന് ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. എനിക്ക് താളിക്കാനുള്ള കടുക് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ വെച്ച് കടുകിട്ട് കടുകിട്ട് പിന്നെ ഇതിൽ കടുക് പൊട്ടി കഴിഞ്ഞോടുകൂടി നമ്മളൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ ഉൾക്കൊള്ളില്ല. ഇത് ഞാൻ വേറെ കറിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കൂടി കാച്ചിട്ടാണ്. അപ്പോൾ ആ ചട്ടിന്ന് എടുക്കാൻ വെച്ചിട്ടുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ഉള്ളിയൊരു ഇതായിട്ട് ഞാൻ അകത്തിട്ടുണ്ട്. പച്ചമുളകിട്ട് നമുക്കിനി നമ്മുടെ മാങ്ങക്കറിയിലേക്ക് ഒഴിക്കാം. താളിപ്പയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് ഉലുവാപ്പൊടി വറുത്ത് പൊടിച്ചാണ് അതിട്ടിട്ടുണ്ട്. 2 തണ്ട് മല്ലിയില ഇട്ടുണ്ട്. ഇതൊക്കെ കൂടി ഇളക്കി യോജിപ്പിക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വളരെ ടേസ്റ്റിയായ പഴമാങ്ങക്കറി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഞാനൊരു കറിയായിട്ട് വരും. താങ്ക് യു.